ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബംഗളൂരുവിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിലാണ് SIT. കെമ്പേഗൌഡ എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ രാഹുൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചു. വെള്ളക്കാറിൽ ഹോട്ടലിൽ നിന്ന് പോയ രാഹുൽ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നാണ് വിവരം. കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഒളിവിൽ കഴിയാനുള്ള സഹായം നൽകുന്നത്. ബംഗളൂരുവിൽ നിന്നും വയനാട്ടിലെത്തി കോടതിയിൽ കീഴടങ്ങാനും സാധ്യതയുണ്ട്. ദീപക് മോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട് മുതലുള്ള റൂട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിലിപ്പോൾ ബംഗളൂരുവിലുണ്ടോ അതോ ബംഗളൂരുവിൽ നിന്ന് വയനാട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു ഒളിയിടത്തിലേക്ക് മാറിയോ? ഗുഡ് ഈവനിംഗ് സുജ പാർവതി. SITയെ സംബന്ധിച്ചിടത്തോളം SIT കഴിഞ്ഞ ദിവസം രാഹുലിനെ പിന്തുടർന്ന രാഹുലിന്റെ കോൾ ഡീറ്റെയിൽസും ലൊക്കേഷൻ ഡാറ്റയും അടക്കമെടുത്ത് പരിശോധിച്ചിരുന്നു. നിലവിൽ ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ രാഹുൽ എത്തിയതായി SITക്ക് വിവരം ലഭിച്ചു. ഇവിടെ എത്തി ഇവിടുത്തെ കോൾ ഡീറ്റെയിൽസും ഒപ്പം CCTV അടക്കമുള്ള കാര്യങ്ങൾ SIT പരിശോധിച്ചതിനെ തുടർന്നാണ് ഒരു വെളുത്ത കാറാണ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഈ കാറിൽ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു രഹസ്യ സംഘത്തിലേക്ക് മാറി എന്നാണ് ഈ SITയുടെ കണ്ടെത്തൽ. അതനുസരിച്ച് ഈ ബാംഗ്ലൂരിലെ ഉൾപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിന്റെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് മേഖലകളിലൊക്കെ തന്നെ വിശദമായ തിരച്ചിലിനായി SIT ഒരുങ്ങിക്കഴിഞ്ഞു. 2 ടീമുകളായി തിരിഞ്ഞാണ് ഈ മേഖലകളിലൊക്കെ തന്നെ SIT തിരച്ചിൽ നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രാദേശികമായ സഹായം നൽകിയത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആണ് എന്നുള്ളതും SIT പരിശോധിക്കുന്നുണ്ട്. നിലവിലെ കേസിന്റെ വിലയിരുത്തലിൽ കേരളത്തിലെ ഏതെങ്കിലും അതിർത്തി, വയനാട് അതിർത്തിയോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന് കേരളത്തിലെ കോടതികളിൽ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഹാജരാകും എന്ന സാധ്യതയും SIT തള്ളിക്കളയുന്നില്ല. നിലവിൽ ഈ യൂത്ത് കോൺഗ്രസിന്, കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സഹായത്തോടു കൂടി കർണാടകയിൽ മറ്റെവിടേക്കെങ്കിലും ഇത്തരത്തിൽ ഒളിവിൽ കഴിയുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുവാനാണ് SITയുടെ ഇപ്പോഴുള്ള തീരുമാനം. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ദീപക് മോഹനാണ്.